ബിഗ് ബോസിന്റെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിലേക്ക് വളരെ സ്നേഹത്തോടെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി നന്ദി നന്ദി. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം പറയാം. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മുടെ കാമക്കടുവ എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന, എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന, ജാസ്മിനും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന കാമക്കടുവ ഇന്നലെ പ്രൊമോയിൽ വന്നിരിക്കുകയാണ്. പ്രൊമോയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നാൾ ശവപ്പെട്ടിയിലാണ് ഓരോരുത്തരെ കൊണ്ടുവന്നത്. ഓരോരുത്തരെ മൺകലം തലയിൽ കമത്തി കൊണ്ടുവന്നു. ഓരോരുത്തരെ ഡിസ്നി വേൾഡിന്റെ മുഖം മൂടി വെച്ച് കൊണ്ടുവന്നു. അങ്ങനെ പല രീതിയിലാണ് ബിഗ് ബോസ് ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരാളെയും കടത്തിയിട്ടില്ല. എല്ലാവരും കിടന്നുറങ്ങേണ്ട സമയത്ത് ആരും കടത്തിയിട്ടില്ല. ഇന്നലെ പ്രമോല് നമ്മൾ കണ്ടത് അർദ്ധരാത്രി, എത്ര സമയമാണോ എന്താണോ നമുക്കൊന്നും അറിയില്ല, അർദ്ധരാത്രി ഒരാൾ പേന്റും കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഇളിഞ്ഞ തൊലിഞ്ഞ കാമക്കടുവയുടെ കാമവികാരങ്ങളുമായിട്ടൊരു ഒരു ആള്, ഒരു ഗബ്രി എന്ന് പറയുന്ന ആള് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ചിരിച്ചുകൊണ്ട് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് പാതിരാത്രിക്ക് വന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഒരാൾ കൂടെയുണ്ട്, രതീഷ എന്ന കൂടെ. അങ്ങനെ അവർ വന്ന് എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കിച്ചണിൽ നിൽക്കാം, നീ പോയി ജാസ്മിനെ കൊണ്ടുവന്ന് കിച്ചണിൽ ഞാൻ നിൽക്കുന്ന എന്നെ കാണിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് കാണാം, എന്തൊക്കെയാ അതിൻ്റെ ഇതെന്ന് കാണാം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ കൂടെ ഗബ്രിയുടെ തലയിൽ കൂടെ കലം കമത്താത്തതും അതുപോലെ തന്നെ ശവപ്പെട്ടിയിൽ കൊണ്ടുവരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് അറിയണം, എല്ലാ പ്രേക്ഷകർക്ക് അറിയണം. അത് TRP പ്രൊഡക്റ്റാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവണം. കാമക്കടുവ കയറുന്നത് എല്ലാവരും കാണണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ TRP, ഇന്ന് ഹൈ TRP വരാൻ വേണ്ടി ഈ കാമക്കടുവയുടെ മുഖം ആദ്യമേ നമുക്ക് കാണിച്ചു തരണം. കാമക്കടുവ അവിടെ വന്ന് ചെയ്യുന്ന പ്ലാനുകളും ഈ പ്രൊമോയിൽ കാണിച്ചു തരണം. അപ്പൊ ഇന്ന് പ്രൊമോയ്ക്ക് എന്തായാലും ഒരു 10 ലക്ഷം വ്യൂവേഴ്സ് വരും. അപ്പോൾ ആ 10 ലക്ഷം വ്യൂവേഴ്സും ഈ ബിഗ് ബോസിലേക്ക് വരും. അതുപോലെ തന്നെ ഇനി കാലത്തൊട്ട് വൈകുന്നേരം വരെ ഏഷ്യാനെറ്റിൽ പ്രൊമോ കാണിക്കൽ തന്നെ പണി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കാമക്കടുവ അടുക്കളയിൽ നിൽക്കുന്നു, ജാസ്മിനെ വിളിച്ചു കൊണ്ടുവരുന്നു. അതല്ലെങ്കിൽ തന്നെ ഇത് രാത്രിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മളൊക്കെ എണീക്കുമ്പോൾ ഓരോരുത്തരും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര നമ്മൾ ഈ വായ അടച്ചു പിടിച്ചിട്ടുണ്ട് കിടന്ന് ഉറങ്ങുന്നത്. ശ്വാസം പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ വായ്നാറ്റം ഇല്ലാത്ത ആൾക്കാർക്കും കുറച്ച് വായ്നാറ്റം ഉണ്ടാവും. അപ്പോൾ കിസ് ചെയ്യുമ്പോൾ വായ്നാറ്റം കിട്ടുമോ ഗബ്രിക്ക് എന്ന് എനിക്കൊരു സംശയമുണ്ട്. നക്കലും കിസ് ചെയ്യലും നക്കി തോർത്തലും കുറേ സംഭവങ്ങളുണ്ടല്ലോ കാമക്കടുവയുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ കാണിക്കുമ്പോൾ ജാസ്മിൻ്റെ വായ്നാറ്റുണ്ട്. പിന്നെ പോരാത്തതിന് ഇന്നലെ തല കുളിച്ചിട്ടില്ല. ഇന്നലെ റസ്മിൻ വന്നപ്പോൾ തല കുളിക്കാണ്ട് ഇറങ്ങി വന്ന് നോക്കണത്. അപ്പോൾ എല്ലാം കൂടി നാറ്റങ്ങൾ, ചൂരുകളും മണങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഗബ്രി സഹിക്കുകയാണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ലൈവിൽ നമുക്ക് ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്യുമ്പോൾ മാത്രമേ കാണുള്ളൂ. കുറേ ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കളയും, കുറച്ചൊക്കെ കാണിക്കും. കാരണം എന്താ, കുറച്ച് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കളയേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. വലിയ പ്രശ്നം നടന്നിരിക്കുക ഏഷ്യാനെറ്റിൽ. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിൽ ഈ കാമക്കടുവ കയറുമ്പോൾ എൻ്റെ മകളോട് അനാവശ്യമായി പെരുമാറുകയോ അതുപോലെ തന്നെ വലിയ കാമക്കടുവയായ രതിലീലകൾ കാണിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ കുടുംബക്കാർ സമ്മതിക്കില്ല. ഞങ്ങൾ അങ്ങനെ വല്ലതും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കാമക്കടുവ ഗബ്രിക്ക് കൃത്യമായിട്ട് ഒരു താക്കീത് ബിഗ് ബോസ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവൻ വന്ന് അനാവശ്യം എൻ്റെ മകളെടുത്ത് പെരുമാറും. അത് പെരുമാറി ഞങ്ങൾ ഞങ്ങൾ ജാഥയായിട്ട് ബിഗ് ബോസിൻ്റെ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടെ ഞങ്ങൾ സത്യാഗ്രഹിക്കും. എൻ്റെ മോളെ ഇനി അവനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും നക്കാനും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ കുടുംബക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് ബോസിനെ. അപ്പോൾ അതുകൊണ്ട് ശക്തമായുള്ള ഒരു താക്കീത് മുഖേനയാണ് ഈ കാമക്കടുവ അതിൻ്റെ ഉള്ളിൽ കയറി വെക്കുന്നത്. പക്ഷേ കാമക്കടുവ കയറിയിട്ട് കാമലീലകൾ കാണിച്ചു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞ ആ കാമലീലകൾ ഉടനടി ബിഗ് ബോസ് കാണുകയും ബിഗ് ബോസിൻ്റെ ക്യാമറ ഒപ്പിയെടുക്കുകയും ചെയ്ത വഴിക്ക് കാമക്കടുവനെ ഇവിടെ ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശക്തമായിട്ട് പറയുന്നുണ്ട്, നീ പഴയ കാണിച്ച പോലെ കാമലീലകൾ ഇവിടെ കാണിക്കാൻ ഇനി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക,
ശ്രദ്ധിച്ച് കളിക്കുക. നിങ്ങൾ സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. ചേഷ്ടകൾ വേണ്ട. ഉമ്മ വയ്ക്കൽ, നക്കൽ, ഹൃദയത്തോട് ഹൃദയം ഒട്ടിപ്പിടിച്ച് ഫെവിക്കോൾ ഒട്ടിപ്പിടിച്ച പോലെ ഒട്ടിപ്പിടിക്കൽ, ഇതൊന്നും വേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇനി ഗബ്രീനെ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തു വിടുന്നത്. അപ്പോൾ ഈ കൺഫെഷൻ റൂമിൽ കൊടുത്ത കാര്യങ്ങൾ ഇനി ഗബ്രി വീണ്ടും പാലിക്കുകയോ അത് വീണ്ടും കാമക്കടുവയായിട്ട് മാറുമോ എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലൈവിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് നമുക്കറിയില്ല എന്ന് പറഞ്ഞ പോലെ. ഇനി നമുക്ക് ഈ താക്കീത് വേറൊരാൾ കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബർമൂഡ അമ്മായി. ബർമൂഡ അമ്മായി വീട്ടിൽ നിന്ന് പോരുമ്പോഴേ തന്നെ ഇറക്കം കുറഞ്ഞ 2 ബർമൂടിയും കൊണ്ടാണ് വന്നോക്കണത്. വന്ന വഴിക്ക് തന്നെ നിങ്ങൾ ബർമൂഡ അമ്മായിനെ നോക്കിയിട്ടുണ്ടാവും. ബാക്ക് ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുകൂനൻ സിനിമയിലും ദിലീപിന്റെ പോലെ ഒരു കൂന, ഒരു തള്ളേനെ പോലെ തോന്നുന്നു നമുക്ക് ബാക്കിൽ നിന്ന് കാണുമ്പോൾ. ആ കൂനും വെച്ച് ഇന്നലെ ചെയ്യാവുന്ന പണികളൊക്കെ മൂപ്പര് ചെയ്യുന്നുണ്ട്. ആ ഒരു കലം വെച്ചിട്ടാണ് വന്നത്, മോന്ത കാണിക്കേണ്ടത് വെച്ചിട്ട്. അങ്ങനെ കലൊക്കെ പൊട്ടിച്ച് എല്ലാവരും അതിനെ പുറത്തേക്ക് എടുത്തു. അത് കഴിയുമ്പോൾ പിന്നെ വേറെ ആരും വേണ്ട. റസ്മിന് വേറെ, നമ്മുടെ ബർമൂഡ അമ്മായിക്ക് ആരും വേണ്ട. ആകെ ജാസ്മിനെ മാത്രം കെട്ടിപ്പിടിച്ചാൽ മതി. ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്. ക്രഷാന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. നല്ല കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കില്ല. എത്ര പറഞ്ഞിട്ടും മതിയാവണില്ല. ഇനി നമുക്ക് ഈ താമരയിലേക്ക് പോയി കെടുന്നിട്ട് നമുക്ക് കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞിട്ട് താമരയിലേക്ക് ഓടി പോകുന്നുണ്ട്. അവിടെയും കെട്ടിപ്പിടിക്കുന്നത് കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. പറഞ്ഞോട് കൂടിയിട്ട് അത് നമ്മളെ കാണിച്ചിട്ടില്ല, പക്ഷെ അത് നടന്നിട്ടുണ്ട്. ഈ ബർമൂഡ അമ്മായിനെ വിളിച്ചു, ബിഗ് ബോസ് വിളിച്ചു. നിങ്ങൾ ഈ പുറത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ വന്നിവിടെ വിളമ്പേണ്ട കാര്യമില്ല ആരോടും. അപ്പം നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇത് നിർത്തിക്കോ എന്ന് പറഞ്ഞ് ബർമൂഡ അമ്മായിക്കും ഇന്നൊരു താക്കീത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നടന്ന ഒരു ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഔട്ടാവണം. ആരാണ്? ഗീതുവാണ് ഔട്ടാവണത്. ഗീതുവിന് വോട്ട് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഗീതു ഔട്ടാവണം. ഈ ഗീതു ഔട്ടാവുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വോട്ടൊക്കെ അർജുന് വളയും. ഇന്നലെ ഇപ്പോൾ നമുക്ക് 40-45,000 വോട്ടിന് ജിൻഡോന്റെ മോളി കയറിയതാണ് നമ്മുടെ അർജുൻ. അത് കഴിഞ്ഞിട്ട് ഈ വോട്ട് നില എന്ന് പറഞ്ഞ് ഓരോ മണിക്കൂർ കഴിയുന്നതോറും മാറി മറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കുന്ന സമയത്ത് മുടിയനായിരുന്നു താഴെ, അതിൻ്റെ മുകളിലായിരുന്നു നമ്മുടെ ശ്രീതു നിൽക്കുന്നത്. പക്ഷെ വീണ്ടും ശ്രീതു താഴേക്ക് പോന്നു. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജിൻഡോന്റെ മേലെ കയറിയിരുന്നു. 40,000-45,000 വോട്ടിന് നമ്മുടെ ജിൻഡോന്റെ മേലെ കയറിയാണ് അർജുൻ നിന്നിരുന്നത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വോട്ടിൻ നില മാറി. ജിൻഡോ വീണ്ടും മുകളിൽ കയറി. ഇപ്പോൾ ജിൻഡോന്റെ തൊട്ട താഴെ നമ്മുടെ അർജുൻ നിന്ന് ഫൈറ്റ് ചെയ്യണ്. ടക്കെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ശ്രീകു ഔട്ടായി കഴിഞ്ഞാൽ ശ്രീകുവിന്റെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വോട്ടും ഇവളുടെ വോട്ടും എല്ലാ വോട്ടും പിന്നെ ആരെ ചെയ്യുക, ഈ ചെയ്യുന്നവരെ ആർക്കെ ചെയ്യാന്നൊരു പിടുത്തമില്ല. അപ്പൊ എന്താണ്, ഇവരാണ് കൂട്ടുകാരായിട്ട് നിന്ന് നോക്കുന്നത്, ഇവരാണ് പെയറായിട്ട് നിൽക്കുന്നത്. ഇവർ തമ്മിൽ പ്രേമാണോ കാര്യങ്ങളാണോ ഒന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും ആ വോട്ടുകൾ ചെന്ന് വീഴുന്നത് നമ്മുടെ അർജുന്റെ പെട്ടിയിലാണ്. അത് ജിൻഡോയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യും. അപ്പോൾ വോട്ടിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഈ പ്രാവശ്യം കൂടുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിമിഷത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ 4-5 മണിക്കൂർ മുമ്പ് നടന്ന കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം മറിഞ്ഞു അങ്ങോട്ട് മറിഞ്ഞു എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഇന്നലെ ഇപ്പോൾ കയറിയ ആൾക്കാർ ഇനിയിപ്പോൾ കയറാൻ പോണത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് കയറുന്നത് സായി, അതുപോലെ സിജോ, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മറ്റൊരു കലാകാരി ഉണ്ടല്ലോ, വീടില്ലാത്ത കലാകാരി നന്ദന. ഇവർ 3 പേരാണ് ലാസ്റ്റ് കയറുന്നത്. അപ്പോൾ ഈ സായിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പുറത്തിരിക്കുന്നത്. സായിനെ ഇനി പറയാത്തതൊന്നുമില്ല നമ്മുടെ മാരാര്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇന്നലെ നമ്മുടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സിബിന്റെ കൂടെ ഈ സായി നിൽക്കാത്തത്? അതാണ് ഇപ്പോൾ ഇവിടെ പുറത്തുള്ള ആൾക്കാരുടെ ചോദ്യം. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ സിബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ബിഗ് ബോസ് ദ്രോഹിച്ച ഒരു വ്യക്തിയുടെ കൂടെ ഈ സായി എന്ന് പറയുന്ന ഈ മാക്രി എന്താണ് നിൽക്കാത്തത് എന്നാണ് ഈ ജനങ്ങൾ ചോദിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ മാരാരും ചോദിക്കുന്നത്. ഇവൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ സായിൽ നിന്ന് ഈ ഡിക്റ്റേറ്റീവ് ഏജന്റിൽ നിന്ന് ഞാൻ സായി ആയിട്ട് മാറി, ഇനി ഞാൻ ഒരിക്കലും ഡിക്റ്റേറ്റീവ് ഏജന്റായിട്ട് മാറില്ല. ഒരു മനുഷ്യൻ തന്നെ അങ്ങോട്ടും മാറും. നേരം വെളുത്ത് വന്ന് ഈ ഇവിടെ നിന്നാണ് പുറത്തായോട് കൂടിയിട്ട് അപ്പോൾ പോയിട്ട് കാലേ കയറി എന്നിട്ട് ഡിക്റ്റേറ്റീവ് ആയ വ്യക്തിനെയാണ്. അപ്പോൾ ഇയാൾ എന്താണ്
ഓന്തിനേക്കാളും മോശം സ്വഭാവം ഇയാളെ. അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ആയിട്ട് ഇയാൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്താണ് കമ്മിറ്റ്മെന്റ്? പുറത്ത് ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സായിയുടെ കൂടെ നിങ്ങൾ കൂടരുത്. ഈ സായി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ജിൻഡോനെതിരെ നിങ്ങൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ സിബിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കണം. സിബിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല, സിബിൻ്റെ കൂടെ കൂടാനും പാടില്ല എന്ന് തക്കതായുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതിന് വല്ല പൈസ കൊടുക്കണ്ടോ ബിഗ് ബോസ് എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ നക്കാൻ കിട്ടി കഴിഞ്ഞാൽ നക്കനാണല്ലോ ഈ ഓന്ത്, ഈ നിറം മാറി നടക്കണ ഓന്ത്. അപ്പോൾ ഈ ഓന്തും ഇവരെ 3 പേരെ ഏറ്റവും വൃത്തികെട്ട ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു കോംബോയാണ് ഇവർ 3 പേരും. അപ്പോൾ ഇവരെ 3 പേരും കൂടി ഒരു നൊക്കത്തിൽ കെട്ടിയിട്ട് നമ്മളൊക്കെ ഉപേക്ഷിച്ചതാണ്. പിന്നെ ഇന്നലെ നമ്മുടെ സിബിൻ്റെ വളരെ ദുഃഖകരമായ, വളരെ സങ്കടകരമായ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. മൂപ്പരൊരു ബിഗ് ബോസിനെതിരെ മൂപ്പര് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുക്കാനുള്ള കാരണങ്ങളും എല്ലാം വിശദമായി മൂപ്പര് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു മണിക്കൂറോളം ആ വീഡിയോ ഉണ്ട്. അതപ്പോൾ നിങ്ങൾ കയറി കാണുന്നവർക്ക് അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ബിഗ് ബോസിൻ്റെ തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും അവനവിടെ ഇട്ടുണ്ടാക്കിയ കഷ്ടപ്പാടുകളും, അത് കഴിഞ്ഞിട്ട് ഈ ഹാഫീസ് എന്ന് പറഞ്ഞ വ്യക്തി പല ആൾക്കാരും വിട്ടിട്ട് സിബിൻ്റെ വീട്ടിലെ സിബിൻ്റെ അമ്മേനെ കാറിടിച്ച് കൊല്ലാനായിട്ട് ഒരു ശ്രമം നടത്തി, അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ വന്നിട്ട് പ്രാന്തിന് കൊടുക്കുന്ന, മാരകമായുള്ള പ്രാന്തിന് അത്രയും വയലൻ്റായി നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഗുളിക ഇവനോട് കഴിക്കാൻ പറഞ്ഞു, നിർബന്ധിച്ച് കഴിച്ചു. അതുപോലെ തന്നെ ഇവന് ഇവിടുന്ന് പോണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവനെ ബലമായിട്ട് അവിടുന്ന് പിടിച്ച് പുറത്താക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവനെ കൊണ്ടുവന്ന് അതിൻ്റെ ഈ ശ്രീപെരുമ്പത്തൂരാണ് ഈ സ്റ്റുഡിയോ എടുക്കുന്നത്. അവിടെ റേഞ്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മലയാളി ഡോക്ടർ അവിടെ ഇല്ല. ഈ പ്രാന്തിന് ചികിത്സിക്കുന്ന ഒരു ഹിന്ദി ഡോക്ടറാണ് ഉള്ളത്. ഹിന്ദി സംസാരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നവർക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടറെ നേരിട്ട് കാണാൻ പറ്റില്ല, വീഡിയോ കോളിലൂടെ കാണാൻ പറ്റുള്ളൂ. വീഡിയോ കോളാക്കി ഇടയ്ക്കിടയ്ക്ക് കട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യമുള്ള, ഞാൻ പറയണ മരുന്ന് നീ കഴിച്ചിരിക്കണം. അതിന് ആ മരുന്ന് ഗുളിക കൊണ്ടു കൊടുക്കുമ്പോൾ പോകാൻ ആ ഗുളികയുടെ പേര് വായിക്കുമ്പോൾ കഴിക്കില്ല. കഴിച്ചില്ലെങ്കിൽ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റില്ല എന്ന് പറയുമ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ എന്താണ്, പിന്നെ ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റുന്നില്ല. മയക്കാണ്, കെടുപ്പാണ്. അവിടെ ഒരു സൂട്ട് റൂമിൽ മൂപ്പരെ പൂട്ടിയിട്ട് ഒരിക്കണ്. ഭക്ഷണം പോലും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടാണ്ട് വെച്ച് തന്നിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആളെ പോലും ഇവന് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത്ര വലിയ ഭീകര അന്തരീക്ഷം, ഭീകരമായിട്ട് നമ്മുടെ മനുഷ്യരഹിതമായിട്ടുള്ള ഒരു മനുഷ്യന് എന്തൊക്കെ സഹിക്കാൻ പറ്റുമെന്നോ അതൊക്കെ സഹിച്ചിട്ട് പുറത്തു വന്ന ആളാണ് ഈ സിബി. അപ്പോൾ ആ സിബിൻ അതൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുമ്പോൾ ഇവന് ഭീഷണികൾ വന്നു. എന്താ വെച്ചാൽ വാട്സപ്പിൽ കൂടെയാണ് അവർ ഭീഷണി അയക്കുന്നത്. അതൊക്കെ ആ ക്ലിപ്സൊക്കെ മൂപ്പര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിനി മീഡിയയോട് ഒരു അക്ഷരം ഞങ്ങളെ പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഞങ്ങൾ കോഞ്ഞാട്ടിയാക്കും. നിങ്ങളൊരു ഭീമമായ പൈസ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു അക്ഷരം പറയരുത്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലതും നടക്കും, പലതും ഞങ്ങൾ ചെയ്യും. അതൊക്കെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വിളിച്ച് പറഞ്ഞാൽ പിന്നെ നിങ്ങളില്ല, നിങ്ങളുടെ കുടുംബം ഇല്ല എന്നാണ് ഭീഷണി വരുന്നത്. ഇപ്പോൾ സിബിൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ സിബിൻ്റെ അച്ഛന് അറ്റാക്ക് വന്നു, ബൈപ്പാസ് ചെയ്തു. അതൊന്നും ഒരു അക്ഷരം അവരോട് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഈ വീട്ടിലേക്ക് അവർ വിളിച്ചു പറഞ്ഞ എന്താണ്, നിങ്ങളുടെ മകന് പ്രാന്താണ്, ഞങ്ങൾ പ്രാന്തിന് വയലൻ്റായിട്ട് ഒപ്പമുള്ള മത്സരാർത്ഥികളൊക്കെ ഉപദ്രവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചങ്ങലയ്ക്ക് ഇട്ടില്ല എന്ന് മാത്രമല്ലോ, ഞങ്ങളൊരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങൾ ഈ പ്രാന്തനെ വീട്ടിലേക്ക് കൊണ്ടുപോക്കാം. അപ്പോൾ ഒരു പ്രാന്തം ഇല്ലാണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന വ്യക്തിനെ ഇവർ പ്രാന്തനാക്കിയിട്ട് വീട്ടുകാരോട് വിളിച്ച് പറയണം, ഞങ്ങൾ ഇവിടെ വയലൻ്റായി ഇവിടെ എല്ലാവരും ഉപദ്രവിച്ചു. അപ്പോൾ മത്സരാർത്ഥികളെ ഉപദ്രവിച്ചതോടുകൂടി ഞങ്ങളൊരു പ്രാന്തൻ്റെ ഡോക്ടറെ കാണിച്ചു, പ്രാന്തൻ്റെ ഗുളിക കൊടുത്തു. ഇപ്പോൾ വയലൻ്റാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു റൂമിൽ പൂട്ടിയിട്ട് വെക്കണം. നിങ്ങൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഈ പ്രാന്തനെ നിങ്ങളുടെ കൂടെ തന്നയക്കാം എന്നാണ് വിളിച്ചു പറഞ്ഞത്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആൾക്കാർ ചെന്നു, ആളെ കണ്ടു, ആളെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ തിക്കും തിരക്കും ബഹളങ്ങളൊക്കെ ഉണ്ടായത്. ബിഗ് ബോസിൻ്റെ കാര്യങ്ങളെല്ലാം സിബി വിളിച്ചു പറഞ്ഞതും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുമ്പോൾ, സായി എന്തൊക്കെയുണ്ടെങ്കിലും ബിഗ് ബോസിൽ കയറിയ ഒരു വ്യക്തിയാണല്ലോ. ഇവൻ ഇതുപോലെയൊക്കെ ദ്രോഹിച്ചതൊക്കെ ഈ മാക്രി പുറത്ത് വന്നപ്പോൾ അറിഞ്ഞതാണല്ലോ. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും മാരാരെ കൂടിയും ഈ സായിയുടെ കൂടിയും നമ്മുടെ സിബിൻ്റെ കൂടി നിൽക്കണ്ടല്ലേ, എന്തുകൊണ്ട് നിന്നില്ല?
ഇവൻ ബിഗ് ബോസിന്റെ ഡബിൾ ഏജന്റാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഡബിൾ ഏജന്റാണ് നമ്മുടെ വേറൊരു മത്സരാർത്ഥി, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മത്സരാർത്ഥി ദിയാസന എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥി. അവളും ബിഗ് ബോസിന്റെ വലം കൈയാണ്. ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് വരെ ഈ ഹാഫീസ് അവളോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അവളങ്ങോട്ട് ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥികളെ ഇവളങ്ങോട്ട് തേച്ചൊട്ടിക്കുക. ഇവളാര്? ഇവളുടെ വിചാരം ഇവള് വലിയ രാജ്ഞിയാന്നാ. ഇവള് വിചാരിച്ച പോലെയാണ് ഈ ഭൂഗോളം കറങ്ങണത് അവളുടെ വിചാരം. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ വളരെ മോശക്കാരാക്കുക. അതിൻ്റെ ഉള്ളിൽ വന്ന ഈ നമ്മുടെ ജാസ്മിനോട് തേച്ച് വെളുപ്പിക്കുക, കുളിപ്പിക്കുക അങ്ങോട്ട് നന്നായിട്ട്. അവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നെഞ്ഞത്തേക്ക് കയറുക. സിബിനെ വളരെ മോശമായി സംസാരിക്കുക. അതുപോലെ തന്നെ മാരാരെ വളരെ മോശമായി സംസാരിക്കുക. ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവമുള്ളൊരു ദിയാസന. അപ്പോൾ ഇവരൊക്കെ ഇനി ഈ ബിഗ് ബോസിന്റെ കൂട്ടുകെട്ട് ഒന്ന് ദിയാസന, അതുപോലെ തന്നെ ഈ സായി എന്ന് പറഞ്ഞ മാക്രി, പച്ചോന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ പച്ചയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ചുവപ്പായിരിക്കും, ചിലപ്പോൾ മഞ്ഞയായിരിക്കും. ഇങ്ങനത്തെ ഒരു ഓന്തിന്റെ സ്വഭാവമുള്ള ഒരു നാറി. അയാളെ പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല. അയാൾക്കിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി നോക്ക്. അയാളെ എന്തൊക്കെയാ വിളിക്കുന്നത്, അയാളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്, അയാളെ പെണ്ണിനെ വിളിക്കുന്നത്, ഇനി എന്തിനായാലും പറയാനായിട്ട് ഒന്നുമില്ല. അതുപോലെ മോശം കമന്റ് അയാളെ കമന്റ് ബോക്സിൽ വരുന്നത്. അയാൾ ഇനി കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ നല്ലത്. അയാൾ ബിഗ് ബോസിൽ വരുമ്പോൾ അയാളുടെ പ്രേക്ഷകരുണ്ട്, അയാൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഇയാൾ നല്ലൊരു കളി കളിക്കും, നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന്. ഇയാൾ ഇത്രയും വലിയ നാറിയാണെന്നും ഇതുപോലെയുള്ള മാക്കരിയാണെന്നും ഇതുപോലെയുള്ള ഓന്താണെന്നും മിനിറ്റിന് കളർ മാറുന്ന ഓന്താണെന്നുള്ള പൊതുജനം മനസ്സിലാക്കിയത് അയാൾ ബിഗ് ബോസിൽ പോയതിന് ശേഷം. ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു ഫാദർ ഉണ്ടല്ലോ, അച്ഛൻ, അയാളൊരു മാന്യനാണ്. അയാളെ ഞാൻ കൈയെടുത്ത് കുമ്പിടുക. വെറുതെ അല്ല ഈ സായോട് അദ്ദേഹം വഴക്കായിട്ട് നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ചേരാണ്ട് നിൽക്കുന്നതും അവരുടെ കുടുംബം തന്നെ ഇവനെ മാറ്റി ഇവനെ തള്ളി പുറത്താക്കിയതിന്റെ കാരണപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. അവരൊക്കെ നല്ല തറവാടികളാ. അയാളെ സായുടെ അച്ഛനെ കണ്ടാൽ നമുക്കറിയാം. അയാൾ നല്ല ഘനഗാംഭീര്യമുള്ള നല്ല തറവാടി ലുക്കിലാണ് അയാൾ വന്നത്. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്തസ് കാര്യങ്ങളാ. ഇവനെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിലിരിപ്പ് കാരണം മാത്രമാണ് ഇവനെ പിടിച്ച് പുറത്താക്കിയത്. ഇതുപോലെയുള്ള മാക്രിയല്ലേ, ഇവനൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഒരു അച്ഛന്? ഈ ബിഗ് ബോസിൽ തന്നെ വന്നിട്ട് ഈ കാശിന് വേണ്ടിയിട്ട് ആക്രാന്തം കാണിച്ച് പെട്ടി കൊണ്ട് ഓടിപ്പോയി. ഒരു നയാ പൈസ അവൻ കുടുംബത്തിലുള്ളവർക്ക് ചെലവ് ചെയ്യുന്നുണ്ടാവില്ല. അച്ഛന് കൊടുക്കുക, അമ്മയ്ക്ക് കൊടുക്കുക, മറ്റുള്ള സഹോദരങ്ങൾക്ക് 10 രൂപ കൊടുക്കുക, അതൊന്നും അവൻ ചെയ്യുന്നുണ്ടാവില്ല. അതായിരിക്കാം വീട്ടുകാർക്ക് ഇവനോട് ഇത്ര ദേഷ്യം, ഇവന്റെ അച്ഛനും ഇത്ര വലിയ ദേഷ്യം. അപ്പോൾ ഇവനിൽ നിന്ന് ഒരു ഉപകാരം കുടുംബക്കാർക്ക് ഇല്ല. അങ്ങനത്തെ ഒരു മകനെ എന്തിനാണ് അച്ഛനമ്മയ്ക്കും? അപ്പൊ അതുകൊണ്ടാണ് ഇവനൊക്കെ തള്ളിക്കളയാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണത്. എന്താണോ നമുക്ക് അറിയില്ല. ഇവ വന്നിട്ട് നന്ദനയ്ക്ക് വീട് പണിത് കൊടുക്കും. ഒറ്റ ഡയലോഗ് ഉണ്ട് ഇവനെ പടം വെച്ചിട്ട്, നന്ദന ഔട്ടായോടി, മോളെ നീ പേടിക്കണ്ടടി, ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. ഇവനാര് സ്വാമി വിവേകാനന്ദനാ? ഇവൻ കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊക്കെ നോക്കാനും വീട് പണിത് കൊടുക്കാനും ഇവൻ എന്നിട്ട് വല്ല ചെയ്യോ? അതും ചെയ്യില്ല. അപ്പോൾ ഈ മാക്രി പുറത്തു പോയിട്ടും നമ്മുടെ സിജോയ്ക്കെതിരെ പാരയും കൊണ്ട് നടക്കുക, കട്ടപ്പാരയും കൊണ്ട് നടക്കുക. ഒരു കാരണവശാലും ജിൻഡോ അവിടെ നിന്ന് 50 ലക്ഷം കപ്പും മേടിച്ച് പോരരുത്. ജിൻഡോ പോരത്തിന് സിജയും കൂടി ഔട്ടായോടുകൂടിയിട്ട് അവൻ്റെ കൺട്രോളൊക്കെ പോയി. എങ്ങനെയെങ്കിലും നമ്മുടെ ജിൻഡോനെ തറ പറ്റിക്കണം. ജിൻഡോനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതിനുള്ള എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇവൻ പറയുന്ന ഒറ്റ കാര്യമാണ്, ജിൻഡോ ഒരു കാരണവശാലും കപ്പെടുക്കാൻ സമ്മതിക്കില്ല, ജിൻഡോ വിന്നറാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അതെന്താണ്? ബിഗ് ബോസിൻ്റെയും ഇവൻ്റെയും നാവ് ഒരേ നാവാണ്. ആ ഒരേ നാവിൽ പറയണത് എന്താണ്? കപ്പെടുക്കാൻ സമ്മതിക്കില്ല. കപ്പ് വേറെ ആരും കൊണ്ടായാലും കുഴപ്പമില്ല, ജിൻഡോയ്ക്ക് കൊടുക്കില്ല. അതെന്താ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൻ്റെയും ബിഗ് ബോസിൻ്റെയും ഡബിൾ ഏജന്റാണ് ഈ സായി. അതുകൊണ്ടാണ് ഇവൻ ഇത്രയും കടുപ്പിച്ചിട്ട് ഇവൻ കപ്പ് കൊടുക്കില്ല എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക്. അപ്പോൾ ജിൻഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് സഹതാപം തോന്നുക. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ചത് നമ്മുടെ റോബിൻ അനുഭവിച്ച അതേ പ്രശ്നങ്ങൾ ഇനി അവിടെ അനുഭവിച്ചു പോകുന്നത്. റോബിൻ രണ്ടാമത് വന്ന് ഇതുപോലെ വയലന്റ് ആവാനും ഇതുപോലെ സംസാരിക്കാനുണ്ടായ കാരണം എന്താണ്? റോബിൻ ഇതുപോലെ മരുന്നുകൾ കൊടുത്തു. റോബിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ പ്രാന്തനായി. ആ പ്രാന്തനായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന നേരത്തെ ഇവരും ഇതൊക്കെ ക്യാമറയിൽ എടുക്കും, അതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് വിടും. അതിന് കുറ്റക്കാരാരാണ്? റോബിൻ. ഇവിടെ കുറ്റക്കാരൻ ആരാണ്? നമ്മുടെ ജിൻഡോ.
ഇതാണ് ഇവരെ പരിപാടി. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല, അത്ര ബോറടിയാണ്. എന്തുട്ടാ ഈ ബിഗ് ബോസ് അവിടെ ഇരുന്ന് പറയണത്? ഒരു അപ്പോഴേക്കും മറ്റാൾ വന്നു, നമ്മുടെ മോഹൻലാൽ ഗ്ലാസ്സിൽ തട്ടി സീക്രട്ട് ഏജന്റ്. മൂപ്പര് ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ സീക്രട്ട് ഏജന്റാ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സീക്രട്ടായിട്ട് കാര്യങ്ങളെല്ലാം വന്ന ആ ഗ്ലാസ്സുമ്മ തട്ടിയിട്ട് പറയണം, ഇവിടെ 2 കൊലപാതകളുണ്ട്, ആ കൊലപാതകം ചെയ്ത ആൾക്കാരെ നിങ്ങൾ പിടിക്കണം, അതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം, ഒരു സീരിയൽ കില്ലിങ് ഇവിടെ നടക്കണം, അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ബിഗ് ബോസിന്റെ വക തള്ളല്, ഇന്നാളെ സ്പൂണ് നിലത്തിട്ട് കഴിഞ്ഞാൽ ആ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അവൻ മരിച്ചു, അവനെ കൊന്നു, അവനെ ഉടനടി അർജുൻ താങ്ങി പിടിച്ച് കൊണ്ടുപോയിട്ട് സെമിത്തേരിയിലിടണം. പിന്നെ അവിടെ പ്രേതമായിട്ട് അവർ കിടന്നു വളർന്നു. ഇതിലെ 3 ആളെ കൊന്നു, 3 പ്രേതങ്ങൾ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആൾക്കാരെ കൊല്ലാനുള്ള പരിപാടിയാണ്. അപ്പൊ അത് അന്വേഷിക്കാനായിട്ട് നമ്മുടെ ജിൻഡോനി പാവങ്ങള് ഈ വിട്ടിവേഷം കെട്ടാനായിട്ട് അവറ്റകൾ കൂടി നിയോഗിച്ചു. ജിൻഡോയും നമ്മുടെ മുടിയിനാണ് നിശ്ചയിച്ചത്. അവറ്റങ്ങൾ ഒരു കുറെ കറുത്ത കോട്ടൊക്കെ എടുത്തിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അവരൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് ചിരിക്കല്ലാണ്ട് സഹതപിക്കല്ലാണ്ട് എന്ത് ചെയ്യാം? ഇതൊക്കെയാണ് എപ്പിസോഡ്. സത്യം പറഞ്ഞ ഇങ്ങനത്തെ എപ്പിസോഡിനൊക്കെ നിങ്ങൾ ആരാ ഈ പരസ്യം കൊടുക്കണം? ഈ പരസ്യം കൊടുക്കുന്ന ഈ ആൾക്കാരെ ബ്രാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചാനൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പരസ്യം പിൻവലിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട് കടക്കുക നല്ലത്. ഇതൊക്കെ കാണാനായിട്ട് കേൾക്കാനായിട്ട് നമ്മൾക്ക് ഉണ്ടല്ലോ അതിനേക്കാളും വലിയ കോമഡി. സീരിയലില് ഉള്ള ഒരു നടനും നടിയും ഒരു കുട്ടിയായിട്ട് വന്നു പറയാം, ഞങ്ങളുടെ ഫാമിലി പുട്ടും കൊണ്ട വരണ നായിക, ഞങ്ങളുടെ ഫാമിലി അബി ഞാനും ഞങ്ങളുടെ കുടുംബവും നിങ്ങളെല്ലാവരും കാണണം, ഞങ്ങൾ വലിയ വലിയ മെസ്സേജുകൾ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ വലിയ വലിയ മെസ്സേജുകൾ ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കണം, ഞങ്ങളെ രക്ഷിക്കണം, TRP ഉണ്ടാക്കണം, ഞങ്ങൾക്ക് അതിനു വേണ്ടി ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിനോട് തള്ളിക്കയറി വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തോ ആഹേ ഈ കൊടുക്കുന്നത്, എന്ത് തേങ്ങ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഈ സീരിയലുകാർ കൊടുക്കുന്ന മെസ്സേജ്. നിങ്ങളുടെ സീരിയലുകാർ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും സീരിയൽ കാണില്ല. അത്ര വൃത്തികെട്ടവരാണ് ഈ സീരിയലുകാർ, അത്ര വൃത്തികെട്ടവരാണ് ഈ സീരിയൽ ഡയറക്ടർമാർ, അത്ര വൃത്തികെട്ടവന്മാരാണ് ഈ സീരിയൽ ഡയറക്ടർ ചെയ്യുന്ന ഈ സീരിയലിന് വേണ്ടി കഥ എഴുതുന്നവർ. ഒരു 100 സീരിയൽ നടക്കണമെങ്കിൽ ആ 100 സീരിയലിന് കഥ ഒന്നാണ്. അങ്ങടും വെച്ച് ഇങ്ങടും വെച്ച് അതിൽ നിന്ന് കുറച്ച് ഇവൻ കട്ട്, അവിടെ TRP കയറി കഴിഞ്ഞാൽ ആ കഥ എന്താണെന്ന് ഇവൻ ഈ കഥ എഴുതണമായിരുന്നത് നോക്കും, അതിൻ്റെ അതെടുത്തിട്ട് ആ പ്ലോട്ട് എടുത്ത് ഇവിടെ വയ്ക്കും. സ്ത്രീകളാണ് മുഴുവൻ വില്ലത്തികൾ കാണിക്കുന്നത് മുഴുവൻ അതാ. തൂക്കിക്കൊല്ലല്, തൂങ്ങി മരിക്കല്, മുഖത്ത് ആസിഡ് ഒഴിക്കല്, അമ്മായിമ്മ സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കത്തിച്ച് കളയുന്നത്, കാറിടിപ്പിച്ച് കൊല്ലണത്, ഇതൊക്കെയാണ് ഇന്നത്തെ സീരിയൽ. ഇതൊക്കെയാണ് നിങ്ങളുടെ സമൂഹത്തിന് തള്ളി കൊടുക്കുന്ന മെസ്സേജ്. എനിക്ക് ആ 2 കണ്ടപ്പോൾ ആ കൊച്ചുകുട്ടി നമ്മളൊന്നും പറയണില്ല, പാവം അതിനെ പിടിച്ചു വെച്ച് കൊണ്ടുവന്നേക്കുക. ഇപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ട്രെൻഡായിട്ടിരിക്കുക, കൊച്ചുകുട്ടിയാണെങ്കിൽ ഉടനടി കൊണ്ടുവന്ന് സീരിയലിൽ അഭിനയിപ്പിക്കുക. നല്ല വരുമാനമല്ലേ? ആ പാവം കിടാങ്ങൾ എത്ര ചൂടുള്ള ലൈറ്റത്ത് കിടന്നിട്ട് അവരുടെ സ്കിന്നൊക്കെ അത്ര സോഫ്റ്റാണ്. അവരൊന്നും ഇതുപോലെയുള്ള ലൈറ്റത്തൊന്നും കൊണ്ടുവന്നൊന്നും അഭിനയിപ്പിക്കരുത്. എത്ര വാട്ടുള്ള ലൈറ്റ് അടിക്കുന്നവരെ എത്ര ഷോട്ട് എടുത്തിട്ടാണ് ഒരു സീൻ ശരിയാവണത്. അവർക്കിപ്പോൾ ഒരു 5000, 50,000, 25,000 ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് തന്നെ. ആ കുട്ടിക്ക് ഭയങ്കരമായുള്ള മാരകമായുള്ള രോഗങ്ങൾ വരും ഈ ലൈറ്റിന്റെ രശ്മികൾ ഇങ്ങോട്ട് വരിക ചെന്നേ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ കുറേ സിനിമാ നടന്മാർക്ക് ഈ ക്യാൻസർ വരാനുള്ള കാരണം ഇപ്പൊ കണ്ടുപിടിച്ച് പോകണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് അധികം ഉപയോഗിച്ചിട്ടാണ്. ഈ ലൈറ്റ് ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുന്നത് അത്ര നല്ലതല്ല. ഇത് വാൾസ് കണക്കിന് അടിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് അവർ സീൻ എടുക്കുമ്പോൾ സകല ലൈറ്റ് ഓണാവും. ആ ഓണായിട്ട് അത് അടിച്ച് നമ്മൾ ആ സീൻ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ഹീറ്റാവും. ഈ 50,000, 20,000 മറ്റുള്ളതൊക്കെ വെച്ചിട്ടുള്ള വാൾട്ടാണ് ഈ വെച്ച് അടിക്കുന്നത്. അത് അടിക്കുമ്പോൾ ശരീരം പെട്ടെന്ന് അങ്ങോട്ട് ഹീറ്റാവുക. നമ്മുടെ ചോരയ്ക്ക് അങ്ങോട്ട് ഓട്ടൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ശരീരത്തിന്റെ ഊഷ്മാവ് മുഴുവൻ നഷ്ടപ്പെടുക. അത് കഴിഞ്ഞ് നിൽക്കുന്ന നേരത്തെ ആ സീൻ കഴിഞ്ഞതോടുകൂടി പെട്ടെന്ന് ലൈറ്റ് ഓഫാക്കുക. ലൈറ്റ് ഓഫാക്കുമ്പോൾ ശരീരം പോലും അറിയാണ്ട് വേറൊരു ഊഷ്മാവ് നമ്മുടെ ശരീരത്തിൽ കയറുക. അപ്പൊ അങ്ങനെ ഈ സീരിയലിൽ ഇതുപോലെ ലൈറ്റ് അടിക്കുന്നവരും സിനിമയിൽ ഒരുപാട് ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ അഭിനയിക്കുന്നവർക്കും ഇവർക്ക് പ്രതിരോധശേഷി എപ്പോൾ കുറയുന്നോ, പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നു, ആ സമയത്ത് ഇവരെ ക്യാൻസർ കയറി പിടിക്കും. അപ്പോൾ നിങ്ങൾ ഈ കൊച്ചു കുട്ടികളെ കാശിന് വേണ്ടി നിങ്ങൾ ഈ സീരിയലിലോ സിനിമയിലോ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോകരുത്. അത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ആ കുട്ടികൾ കുറെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ആഫർ എഫക്റ്റ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ കൊച്ചു കുട്ടികളെ ഇതിലേക്ക് വേണ്ടി തള്ളിവിടല്ലേ.
അവറ്റങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നന്നായി പഠിപ്പിച്ച് അവരെ വലിയ വലിയ ഡോക്ടറോ എഞ്ചിനീയറോ വലിയ ബഹിരാകാശത്തിലേക്ക് പോകുന്ന ആൾക്കാരോ അങ്ങനെ വലിയ വലിയ ആൾക്കാരാക്കാൻ നോക്കും. ഈ സീരിയലിൽ വന്ന് അഭിനയിച്ച് നക്കാപ്പിച്ച കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭാവി നശിപ്പിക്കരുതെന്ന് ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് നടക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു താക്കീതാണത്. ഇവർ പിന്നെ എന്തായാലും ക്യാൻസർ ആയാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല, ഈ ലൈറ്റ് അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് രോഗം വന്നാലും ഈ മേക്കപ്പ് ഇട്ടുകൊണ്ടും ഈ കെമിക്കൽ മുഖത്തിട്ടുകൊണ്ടും എന്ത് രോഗം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കാശ് മാത്രം വേണ്ടി ആക്രാന്തം വെച്ച് നടക്കുന്നതാണ് ഈ നടന്മാരും നടികളും. അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെ സ്കിന്നിനൊക്കെ സ്വല്പം പ്രതിരോധ ശേഷി കൂടുതലുണ്ട്. പ്രൊഡ്യൂസർമാരെ നല്ല തീറ്റ തിന്നിട്ട് നല്ല നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മളൊന്നും കഴിക്കാത്ത ഭക്ഷണങ്ങൾ അവർ കഴിച്ചിട്ട് അവർക്ക് നല്ല പ്രതിരോധ ശേഷിയുണ്ട്. അവർ താങ്ങോട്ടെ, ഈ കൊച്ചു കുട്ടികളെനിക്ക് കൊണ്ടിടരുത് എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഈ നടനും ഈ നടിയും സീരിയൽ നടിയും സീരിയൽ നടനും വന്നിട്ട് ഇത്രയും നാൾ സിനിമാക്കാർ വന്ന് ഓരോ സ്പോൺസർ പരിപാടിയായിട്ട് വരാറ പതിവ്. അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഉർവശി വന്നു, നമുക്കൊന്നില്ലെങ്കിൽ അവരെ കാണാലോ ബിഗ് ബോസ് ഹൗസിൽ. ഇപ്പോൾ ജോയിജി വന്നു, അവരെ കാണാലോ നമുക്ക്, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ മോഹൻലാൽ ഒരു പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വരാലും നമ്മൾ അംഗീകരിക്കും. ദിലീപ് വന്നു, നമ്മൾ അംഗീകരിച്ചു, ഒരു കുഴപ്പമില്ല. അവരെ നമുക്ക് സിനിമാ തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് അവരെ ഇഷ്ടമാണ്. അവർ ബിഗ് ബോസ് ഹൗസിൽ വന്നാലും നമുക്ക് ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്, ബിഗ് ബോസ് ഹൗസിൽ സീരിയൽ നടന്മാരെ പ്രൊമോഷൻ. നാറിയ പരിപാടി. ഇനി വേറെ ചാനലിൽ നടത്തുന്ന ആൾക്കാർ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ വന്ന് സീരിയൽ പ്രൊമോഷൻ ചെയ്യുമോ അത് എനിക്കറിയില്ല. അത് അവരും കൂടി ഇതിലൊന്ന് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷനിൽ ഒരു ബഹളായിക്കോട്ടെ, ആൾക്കാർക്ക് ഒന്നും കാണാനില്ല. കഴിഞ്ഞ സീസണിൽ ഈ ബിഗ് ബോസ് തന്നെ തീരുമാനിച്ച ഒരു കേസ് വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരാരെ കുട്ടികൾ വന്നിട്ട് മാരാരെ കുട്ടി പറഞ്ഞു എന്നെ എൻ്റെ അച്ഛൻ അടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ആ കേസ് അപ്പം ഇങ്ങനെ അടിക്കാറെന്നൊരു ഒറ്റ ഡയലോഗും വെച്ച് ആ ക്ലിപ്പും കൊണ്ടുപോയി ശോഭ മാരാരെ പേര് കേസ് കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി, ബിഗ് ബോസ് പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞവരെ മാത്രമേ ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റുള്ളൂ എന്നൊരു നിബന്ധന ബിഗ് ബോസ് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇൻഡമൺ ഷെയ്നും അത് തീരുമാനമായി. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സീസണിൽ എല്ലാവരും ഫാമിലി വരുമ്പോൾ ജാസ്മിൻ്റെ ആങ്ങളെ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അവന് 18 വയസ്സായിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞു കുട്ടികളെ കടത്തില്ല, 18 വയസ്സ് കഴിഞ്ഞാൽ മേലുള്ളവരെ കടത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ മത്സരാർത്ഥികളെ പല ആൾക്കാരും കുട്ടികളെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ എല്ലാവരെയും തടഞ്ഞു ബിഗ് ബോസ്. ഇപ്പം ബിഗ് ബോസ് തന്നെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു കൊച്ചു കുട്ടീനെ അവിടെ കൊണ്ടുവന്ന് അതിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു, അതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു. ഇതൊക്കെ ഒരു മനുഷ്യത്വരഹിതമായുള്ള കാര്യങ്ങൾ. അതൊക്കെ ബിഗ് ബോസിന് എന്ത് നിയമങ്ങളും മാറ്റാം, വേറെ ഒന്നും ആർക്കും പറ്റില്ല. അപ്പോൾ അതിനും വിരുദ്ധമായിട്ടാണെന്നല്ല ആ കുട്ടിയെ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അവർക്ക് കാശ് കിട്ടി കഴിഞ്ഞാൽ എന്ത് നാറിത്തരം കാണിക്കും. ഇപ്പം ഇന്നലെ ഗബ്രീനെ വെച്ചിട്ടും ഒരു നാറിത്തരല്ലേ ഇന്നലെ വൈകുന്നേരം മുഴുവൻ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, പൈസ TRP ഇവരെ ക്ലൈൻസ് പരസ്യക്കാർ കൊടുക്കുന്ന പൈസ. ഇന്നത്തെ പരസ്യം കാണിക്കുമ്പോൾ പൈസ കൂടുതലാണ്. എന്താ അന്ന് TRP പരസ്യം വരുന്നത്. ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ കാര്യം. അടുത്ത സീസണിൽ ബിഗ് ബോസിലേക്ക് പോകാൻ മക്കളെ നിങ്ങൾക്ക് പ്രാന്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാന്താക്കും. പോകാൻ നിൽക്കുന്ന സ്ത്രീകളെ അവർ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കും, നിങ്ങളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ചെയ്യണമെന്ന് പറയും. നിങ്ങളുടെ ഇന്ന് ലൈംഗികപരമായിട്ട് ആണുങ്ങളെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ, അവരെ ഇന്ന് കമ്മീഷനും മേടിക്കും. സിബിൻ തന്നെ പറഞ്ഞു പകുതി നിങ്ങൾക്ക് അവിടെ നിർത്താവുന്ന അത്ര ഞാൻ നിർത്തും, പക്ഷെ എനിക്ക് കിട്ടുന്ന റെമോണ്ടേഷൻ്റെ പകുതി എനിക്ക് വേണം. സിബിൻ സമ്മതിച്ചില്ല, വേണ്ട എനിക്ക് ആ പരിപാടി വേണ്ട, എനിക്ക് കിട്ടുന്ന കാശ് എനിക്ക് തന്നെ വേണം. ഒരുപാട് കാശ് ചെലവ് ചെയ്തിട്ട് ഞാൻ ഈ ബിഗ് ബോസിൽ വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ കാശ് എനിക്ക് കിട്ടണം എന്ന് മൂപ്പര് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാരെ കഴിഞ്ഞവർ ആണുങ്ങളെ കഴിഞ്ഞവർ പകുതി കാശ് മേടിക്കും. അല്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പകുതി കമ്മീഷൻ കൊടുക്കണം. അതുപോലെ തന്നെ അവരെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ബെഡിൽ കിടന്ന് പരിപാടി ചെയ്യാനായിട്ട് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അത് ചിലപ്പോൾ ഒരാളെ രണ്ടാളൊന്നും അതിലേക്ക് കയറി വരിക, പല ആൾക്കാരും കയറി വരും. അതുപോലെ തന്നെ ബിഗ് ബോസിൽ അടുത്ത സീസണിൽ വരുന്ന പെണ്ണുങ്ങളെയൊക്കെ സമൂഹം വളരെ മോശമായിട്ടേ കാണുള്ളൂ. കാരണം എന്താണ്, നിങ്ങൾ ഈ ബിഗ് ബോസിൽ വരാനുള്ള കാരണം നിങ്ങളുടെ കവടി കൊടുത്തിട്ടാണെന്നാണ് അവർ പറയും. ജനങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? പെണ്ണുങ്ങൾ ഇനി ബിഗ് ബോസിൽ അടുത്ത സീസണിൽ വന്നാൽ അപ്പോൾ ജനങ്ങൾ ഒന്നടക്കം പറയുന്ന ഒരു കാര്യമാണ്, അവള് വന്നിട്ടുണ്ട്, ഇവള് വന്നിട്ടുണ്ട്, ഇവളൊക്കെ കവടി കൊടുത്തിട്ടാണ് വന്നോക്കണത്. അപ്പോൾ അങ്ങനെ ഒരു നാട്ടുകേസും കൂടി ഇനി വരുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികൾ സ്ത്രീകൾക്ക് വരും. പിന്നെ കാശ് മതി, എന്ത് നാട്ടുകേറ്റ് വെച്ച് വന്നാലും കുഴപ്പമില്ല, ആരെ ബെഡ്റൂമിലേക്ക് ഞാൻ പോകാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസിൽ വന്നേ ഒക്കൂ എന്ന് പറഞ്ഞ സ്ത്രീകൾ വന്നോട്ടെ, കണ്ടോട്ടെ, അഭിനയിച്ചോട്ടെ, കാശ് പഠിച്ചോട്ടെ, പൊക്കോട്ടെ. അപ്പോൾ പൊതുജനം പറയുന്ന ഒരു കാര്യമാണ്, കവടി കൊടുത്തിട്ടാണ് ബിഗ് ബോസിയെ വന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഈ വീഡിയോ ഇവിടെ നിർത്താം. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. നാളെ നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെന്ന് കൂടുതൽ, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യണ്ട. ഓക്കെ, ബൈ.